ഹലോ നമസ്കാരം. ഏറ്റവും പുതിയ സിനിമാ വിശേഷങ്ങളുമായി പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിവിൻ പോളി നായകനെ അഖിൽ സത്യൻ തിരക്കഥയിൽ സംവിധാനം ചെയ്ത് ഡിസംബർ 25 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തി ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടുന്ന മലയാള സിനിമയാണ് സർവ്വമായ. ചിത്രത്തിന്റെ രണ്ടാമത്തെ ചൊവ്വാഴ്ച കൂടിയ 13ാം ദിവസത്തിലേക്കാണ് ഇന്ന് എത്തിച്ചേർന്നിട്ടുള്ളത്. 12ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച ഈ സിനിമ കേരളത്തിൽ 2,26,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. ടോട്ടൽ 53,26,00,000 രൂപയാണ് 12 ദിവസത്തെ ഈ സിനിമയുടെ കേരള കളക്ഷൻ. 13ാം ദിവസമായ ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമ കേരളത്തിൽ 2 കോടി റേഞ്ചിൽ കളക്ഷൻ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 55 കോടിക്ക് മുകളിലാണ് 13 ദിവസം കൊണ്ട് ഈ സിനിമ കേരളത്തിൽ സ്വന്തമാക്കിയിരിക്കുന്നത്. സിനിമയുടെ കേരള ഷെയർ 25 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുമുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷനിലേക്ക് വന്നാൽ 12 ദിവസം കൊണ്ട് 114,80,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ന് 4 കോടി റേഞ്ചിലാണ് വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 118.5-119 കോടി റേഞ്ചിലാണ് 13 ദിവസം കൊണ്ട് ഈ സിനിമ ലോകമെമ്പാടുമായി കളക്ട് ചെയ്തിരിക്കുന്നത്. തളപതി വിജയ് നായകനായി എച്ച് വിനോദ് തിരക്കഥയിൽ സംവിധാനം ചെയ്ത് പൊങ്കൽ റിലീസായി ജനുവരി 9 തിയേറ്ററിലെത്തുന്ന തമിഴ് പൊളിറ്റിക്കൽ ആക്ഷൻ ത്രില്ലർ സിനിമയാണ് ജനനായകൻ. പൂജ ഹെഗ്ഡെ, ബോബി ഡിയോൾ, മമിത ബൈജു, ഗൗതം വാസുദേവ് മേനോൻ, പ്രകാശ് രാജ്, നരേൻ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ സെൻസറിംഗ് പൂർത്തിയായപ്പോൾ 3 മണിക്കൂർ 3 മിനിറ്റും UA സർട്ടിഫിക്കറ്റുമാണ് കിട്ടിയിട്ടുള്ളത്. എന്നാൽ സെൻസറിംഗ് സർട്ടിഫിക്കറ്റ് സിനിമയുടെ നിർമ്മാതാക്കൾക്ക് ഇതുവരെയും കൈമാറിയിട്ടില്ല എന്നാണ് റിപ്പോർട്ട് വന്നിട്ടുള്ളത്. അതേസമയം അഡ്വാൻസ് ബുക്കിംഗ് പുരോഗമിക്കുന്ന ഈ സിനിമ കേരളത്തിൽ ഇന്ന് വൈകിട്ട് 6 മണി വരെ 2,50,00,000 രൂപയും കർണാടകയിൽ 5,80,00,000 രൂപയും കളക്ട് ചെയ്തിട്ടുണ്ട്. തമിഴ്നാട്ടിൽ 3,60,00,000 രൂപയും മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് 30 ലക്ഷം ഉൾപ്പെടെ 12,20,00,000 രൂപയാണ് ഇന്ത്യൻ പ്രീസെയിൽ കളക്ഷൻ. വിദേശത്ത് നിന്ന് $3.56 മില്യൺ കളക്ട് ചെയ്തിട്ടുള്ളത്. അതായത് 32,10,00,000 രൂപ. ടോട്ടൽ 44,30,00,000 രൂപ ഇതുവരെ ഈ സിനിമ പ്രീസെയിലായി സ്വന്തമാക്കിയിട്ടുണ്ട്. ഗോകുലം മൂവീസിന്റെ പാനൽ ഗോകുലം ഗോപാലൻ നിർമ്മിച്ച് നവാഗതനായ ധനഞ്ജയ് ശങ്കർ സംവിധാനം ചെയ്ത് ഡിസംബർ 18 ക്രിസ്മസ് റിലീസായി തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ബബ്ബ അഥവാ ഭയം ഭക്തി ബഹുമാനം. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 19 ദിവസം കൊണ്ട് കേരളത്തിൽ 26,60,00,000 രൂപയാണ് കളക്ട് ചെയ്യുന്നത്. 20ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 6 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 26,66,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ 20 ദിവസത്തെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമ 20 ദിവസം പിന്നിടുമ്പോൾ വേൾഡ് വൈഡ് ഗ്രോസ് കളക്ഷനായി 46 കോടി റേഞ്ചിൽ എത്തിച്ചേർന്നിട്ടുണ്ട്. മമ്മൂട്ടി കമ്പനിയുടെ പാനൽ മമ്മൂട്ടി നിർമ്മിച്ച് നവാഗത ജിതിൻ കെ ജോസ് തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് കളങ്കാവൽ. ഈ സിനിമ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 32 ദിവസം കൊണ്ട് കേരളത്തിൽ കളക്ട് ചെയ്തിരിക്കുന്നത് 37,35,00,000 രൂപയാണ്. 33ാം ദിവസം എന്ന ചൊവ്വാഴ്ച ഈ സിനിമയുടെ കേരള കളക്ഷൻ 5 ലക്ഷം റേഞ്ചിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അങ്ങനെ 33 ദിവസം കൊണ്ട് കേരളത്തിൽ 37,40,00,000 റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 83,90,00,000 റേഞ്ചിലുമാണ്. ഷെയ്ൻ നിഗം നായകനായി വീര സംവിധാനം ചെയ്ത് ഡിസംബർ 25 തിയേറ്ററിലെത്തിയ മലയാള സിനിമയാണ് ഹാൾ. സാക്ഷി വൈദ്യ, ജോണി ആന്റണി, അബിൻ ബിനോ എന്നിങ്ങനെ താരനിരയുള്ള ഈ സിനിമയുടെ ഇന്നലെ തിങ്കളാഴ്ച വരെയുള്ള 12 ദിവസത്തെ കേരള കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 1,38,00,000 രൂപയാണ് കളക്ട് ചെയ്തിട്ടുള്ളത്. 13ാം ദിവസം എന്ന ചൊവ്വാഴ്ചയിലെ ഈ സിനിമയുടെ കേരള കളക്ഷൻ 6 ലക്ഷം റേഞ്ചിലാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,44,00,000 റേഞ്ചിൽ ഈ സിനിമയുടെ കേരള കളക്ഷൻ എത്തിച്ചേർന്നിട്ടുണ്ട്. സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ പ്രതീക്ഷിക്കുന്നത് 1,65,00,000 റേഞ്ചിലുമാണ്. രൺവീർ സിംഗ് നായകനായി ആദിത്യധർ തിരക്കഥ സംവിധാനം ചെയ്ത് ഡിസംബർ 5 തിയേറ്ററിലെത്തി ഓൾ ടൈം ബ്ലോക്ക് ബസ്റ്റർ വിജയം നേടിയെടുത്ത ബോളിവുഡ് സിനിമയാണ് ദുരന്തർ. ഈ സിനിമ 32ാം ദിവസം ഇന്നലെ തിങ്കളാഴ്ച കേരളത്തിൽ 9,65,000 രൂപ കളക്ട് ചെയ്തിട്ടുണ്ട്. 32 ദിവസം കൊണ്ട് കേരളത്തിൽ 7,20,00,000 കളക്ട് ചെയ്ത ഈ സിനിമ ഇന്ത്യൻ ഗ്രോസ് കളക്ഷനായി നേടിയെടുത്തിരിക്കുന്നത് 932,40,00,000 രൂപയാണ്. വിദേശത്ത് നിന്നും 32 ദിവസം കൊണ്ട് 282 കോടി ഉൾപ്പെടെ 1,214,40,00,000 രൂപയാണ് ഇന്നലെ വരെ ഈ സിനിമ സ്വന്തമാക്കിയിട്ടുള്ളത്. 33ാം ദിവസം ഇന്ന് ചൊവ്വാഴ്ചയും ഈ സിനിമയുടെ വേൾഡ് വൈഡ് കളക്ഷൻ 10 കോടിക്ക് മുകളിൽ തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങനെ 1,225 കോടി റേഞ്ചിലാണ് ഈ സിനിമയുടെ കളക്ഷൻ എത്തിച്ചേർന്നിട്ടുള്ളത്. ഈ സിനിമകളെ കുറിച്ചും വീഡിയോ സംബന്ധമായി നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി പറയുക. വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം കൂടി പരിഗണിക്കുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ലഭിക്കുക. ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം.